ഇന്നലെ ഷാഫിയുടെ മരണത്തിന് പിന്നാലെ തകർന്നിരിക്കുന്ന താരലോകത്തിൻ്റെ അടുത്തേക്കെത്തിയ ഒരു മരണവാർത്തയായിരുന്നു 21 വയസ്സുകാരിയായ മേരിക്കൊണ്ടൊരു കുഞ്ഞാടെന്ന സിനിമയിൽ ഷാഫിയുടെ അനുഗ്രഹത്തോടെ സിനിമയിലേക്ക് വന്ന മറ്റൊരു പെൺകുട്ടിയുടെ മരണം. 21 വയസ്സ് മാത്രം പ്രായമുള്ള സേക്രഡ് ഹാർട്ട് എന്ന എറണാകുളത്തെ പ്രശസ്തമായ കോളേജിലെ മുൻ ചെയർപേഴ്സൺ കൂടിയായ സോഷ്യൽ മീഡിയയിൽ വളരെയധികം തരംഗമായിരുന്ന നിഖിത നയ്യാറാണ് ഇന്നലെ അന്തരിച്ചത്. ദിലീപ് ഇപ്പോൾ നിഖിതയെക്കുറിച്ച് ഓർത്തെടുത്തും പറയുന്നുണ്ട്. ആദ്യ സിനിമയിൽ എത്തിയപ്പോഴേക്കും വളരെ കുഞ്ഞുകുട്ടിയായിരുന്നു. മേരിക്കൊണ്ടൊരു കുഞ്ഞാടിൽ അഭിനയിക്കുമ്പോൾ ബാലതാരമായിട്ടായിരുന്നു എത്തിയിരുന്നത്. അപ്പോൾ തന്നെ അവിടെയുള്ള സെറ്റിൽ എല്ലാവർക്കും വളരെയധികം സുപരിചിതയായി മാറി. എൻ്റെ മീനൂട്ടിയെക്കാളും ഇളയതാണ്. മീനാക്ഷിക്ക് 25 വയസ്സാണെങ്കിൽ ഈ പെൺകുട്ടിക്ക് 21 വയസ്സാണ്. അത്രയും ഓർമ്മയില്ലെങ്കിൽ പോലും ദിലീപ് അത് ഓർത്തെടുത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ മരണത്തിൽ ദിലീപിൻ്റെ ആരാധകരും അനുശോചനം അറിയിക്കുന്നുണ്ട്. വളരെയേറെ നാളുകളായി തന്നെ വയ്യാതിരിക്കുന്ന സാഹചര്യമായിരുന്നു ആ കുട്ടിക്കുണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് ആ കുട്ടിയെയും അമ്മ ആശുപത്രിയിൽ എത്തിച്ചത്. ഇപ്പോഴിത് ആ കുട്ടിയുടെ മരണവാർത്തയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും തന്നെ തിരിയുന്നതും ആ പെൺകുട്ടിയെക്കുറിച്ച് തന്നെയാണ് എന്ന് പറയാം. 21 വയസ്സിൻ്റെ എല്ലാ പോരാട്ടങ്ങളിലും പുഞ്ചിരിയോടെ ജയിച്ചു വന്ന നിഖിത യാത്രയായി. ഷാഫി സംവിധാനം ചെയ്ത മേരിക്കൊണ്ടൊരു കുഞ്ഞാടിലെ ബാലതാരമായി സെയിന്റ് തെരേസാസ് കോളേജിലെ മുൻ ചെയർപേഴ്സണുമായ നിഖിത നയ്യാറാണ് വിട പറഞ്ഞത്. നേരത്തെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു. രണ്ടാമതും മാറ്റിവെച്ച കരളിനോട് പൊരുത്തപ്പെടാൻ നിഖിതയ്ക്ക് ആയില്ല. എനിക്കെന്തെങ്കിലും പറ്റിയാൽ എൻ്റെ പറ്റാവുന്ന ഓർഗൻസ് എല്ലാം ഡൊണേറ്റ് ചെയ്യണം. 21 വയസ്സിനിടെ ജീവിതത്തോട് നടത്തിയ സമരങ്ങളിൽ തന്നെ എല്ലാം പുഞ്ചിരിയോടെ ജയിച്ചു വന്ന നിഖിത പറഞ്ഞ അവസാന വാക്കുകൾ. അവസാന ആഗ്രഹം പോലെ അവളുടെ കണ്ണുകൾ രണ്ടുപേർക്കും കാഴ്ച നൽകി. BSc സൈക്കോളജി വിദ്യാർത്ഥിനായിരുന്ന നിഖിതയ്ക്ക് വിൽസൺ ഡിസീസ് എന്ന അപൂർവ രോഗമായിരുന്നു. ഷാഫി വിട പറഞ്ഞ ദിവസമാണ് യാദൃശ്ചികമായി നിഖിതയുടെ വേർപാടും. രോഗം ബാധിച്ചു കഴിഞ്ഞ് 2 വട്ടം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി. രണ്ടാമത്തെ ശസ്ത്രക്രിയയ്ക്ക് ഒരാഴ്ച മുൻപായിരുന്നു ഇത്. പൊതുദർശനം തിങ്കളാഴ്ച രാവിലെ 8 മുതൽ ഇടപ്പള്ളി നേതാജി നഗറിൽ വീട്ടിൽ നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. സംസ്കാരം കൊച്ചിയിൽ വെച്ച് തന്നെ നടന്നു. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനിയാണ് നിഖിത. രോഗത്തെ തുടർന്ന് 2 വട്ടം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായിരുന്നു. രണ്ടാമത്തെ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഒരാഴ്ചക്കിടെയായിരുന്നു മരണം. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനിയായതുകൊണ്ട് തന്നെ അവിടെയുള്ളവർക്കൊക്കെ വളരെയധികം സുപരിചിതരായിരുന്നു. മാത്രമല്ല സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമായിരുന്നു. നിഖിതയ്ക്ക് ഏറ്റവും വലിയ പ്രയാസമുണ്ടായിരുന്നത് തന്റെ മരണത്തോടെ തന്റെ കഴിവുകളെല്ലാം നിലച്ചു പോകുമെന്നതായിരുന്നു. അതുവരെ ജീവിതം ഏറ്റവും അവസാനത്തിലേക്ക് എത്തിക്കാനായിരുന്നു നിഖിത ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത്രമാത്രമായിരുന്നു അവരുടെ ആഘോഷം ഉണ്ടായിരുന്നത്. അങ്ങനെ ആഘോഷിക്കാൻ തന്നെയായിരുന്നു നിഖിതയുടെ തീരുമാനവും. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നു. ആരാധകർക്ക് ദിലീപിന്റെ അനുശോചനം മനസ്സിലാകുന്നുണ്ട്. ദിലീപിന് ആ സിനിമയിലൂടെ പെൺകുട്ടിയെ ഓർമ്മയുമുണ്ട്. മേരിക്കൊണ്ടൊരു കുഞ്ഞാട് സിനിമ ഈ ഇടയ്ക്ക് പോയിട്ട് കണ്ടവർ പോലും നിരവധി പേരാണ്. നിഖിതയുടെ മരണവാർത്ത അറിഞ്ഞ് വിങ്ങിപ്പൊട്ടുന്ന കോളേജ് അന്തരീക്ഷമാണ് ഇപ്പോൾ അവിടെയുള്ളത്. അത് മാത്രമല്ല നിഖിതയുടെ വീട്ടിൽ പോലും എല്ലാവരും സങ്കടത്തോടെ ദുഃഖത്തോടെ കണ്ണീരോടെ നിൽക്കുന്ന കാഴ്ചകളും പുറത്തു വരുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.